എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഒരു പരുന്തിനെ കാണിക്കുന്നു. അതെന്തോ കൊത്തിയെടുത്ത് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാട്ടിൽ നിന്ന് ഒരു ചെന്നായ ആവട്ടെ ആ പരുന്തിനെ നോക്കി ഇപ്പൊ മുരച്ചു കാണിക്കും. എപ്പോഴത്തേതും പോലെ നമ്മുടെ കുട്ടപ്പനാവട്ടെ കാട്ടില് മുഴുവൻ ചാടിത്തുള്ളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പൻ കത്തി വലിച്ചെറിയുമ്പോ അതാ പരുന്തിന്റെ കാലെ കൊണ്ട് അത് ഇറുക്കി പിടിച്ചിരുന്ന എന്തോ ഒരു സാധനം ഇപ്പൊ കുട്ടപ്പന്റെ ചുമലില് വീഴും. കുട്ടപ്പൻ അത് കണ്ട് ബ്ലഡി ഗ്രാമവാസീസ് എന്റെ മേത്ത് അപ്പിയിട്ടു. ഇനിയിപ്പോ എന്തായാലും ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയി സോപ്പിട്ട് കുളിച്ച് വൃത്തിയാകാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ കാവടി തുള്ളി ഹാപ്പി ആയിട്ട് ഇപ്പൊ ഗ്രാമത്തിലേക്ക് വരും. അവൻ ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയം എല്ലാവരും ഇപ്പൊ കുട്ടപ്പനെ തന്നെ നോക്കി നിൽക്കും. കിബയും അക്കമറും പട്ടിക്കുട്ടിയും കുട്ടപ്പന്റെ അടുത്തേക്ക് വരുമ്പോ അക്കമറും ആവട്ടെ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങും. അപ്പൊ കിബ പറയും, നിന്നെ നാറിയിട്ട് വയ്യ, ഒന്ന് പോയി കുളിക്ക്. അതിന് കുട്ടപ്പൻ ക്യാഷ്വലായിട്ട് അതൊരു പരുന്ത് എന്റെ ഷർട്ടിൽ അപ്പിയിട്ടതാണ്, ഞാനൊന്ന് മുങ്ങി കുളിച്ചു കഴിഞ്ഞാല് എല്ലാം സെറ്റാവെന്ന് പറയുമ്പോ അതേ സമയത്ത് ഇപ്പൊ സാക്കുറ അങ്ങോട്ട് വരും. അവളെ കണ്ട ഉടൻ തന്നെ ഇപ്പൊ കുട്ടപ്പന് ഒരുപാട് സന്തോഷാവും. ഓ, നീ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്ത് നിന്റെ പാന്റ് തന്നെ ഇപ്പൊ കീറി വെച്ചിരിക്കുകയാണല്ലേ. ഇങ്ങനെ വൃത്തികെട്ട് നടക്കാതെ നീ വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടപ്പന് ഒരുപാട് സന്തോഷാവും. കുട്ടപ്പന്റെ ഇളി കാണുമ്പോ നമ്മുടെ സാക്കുറയ്ക്ക് അത് തീരെ പിടിക്കില്ല. അപ്പൊ അതേ സമയത്ത് കുട്ടപ്പന്റെ പുറകിൽ നിന്ന് എന്തോ ഒരു സാധനം ഇപ്പൊ അങ്ങനെ തന്നെ സാക്കുറയുടെ ഡ്രസ്സ് പിടിച്ച് വലിച്ചങ്ങ് എടുക്കാൻ തുടങ്ങും. അത് കുട്ടപ്പനാണെന്ന് കരുതി സാക്കുറയ്ക്ക് കലി കയറി കൈ ചുരുട്ടി അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ ഇട്ടി. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ബോഡിയിൽ കൈ വെക്കും ചോദിച്ചിട്ട് അവളാവട്ടെ കയ്യിൽ നീഡിൽസ് എടുക്കും. അപ്പൊ എന്തോ ഒരു സാധനം ഇപ്പൊ കൈ പൊക്കി കാണിക്കുന്നതായിട്ട് സാക്കുറ കാണും. കുട്ടപ്പൻ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോ കിബയാവട്ടെ അതിനെ എങ്ങനെയെങ്കിലും വലിച്ചു പറിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കും. വേറെ ഒരു വഴിയുമില്ലാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാരാവട്ടെ ഹൊക്കാഗെയുടെ അടുത്ത് എന്ന് കാര്യം പറയും. അത് കണ്ട് ഹൊക്കാഗെ ആന്റിക്ക് പോലും ഇതെന്താണെന്ന് പിടികിട്ടില്ല. അപ്പോഴായിരിക്കും അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുക. അതായത് ഹൊക്കാഗെയുടെ ചെറുപ്പത്തില് അവരുടെ ഗ്രാമത്തില് ഒരു പ്രത്യേക ക്രീച്ചർ ഉള്ളതായിട്ട് അവരറിഞ്ഞു. അതെന്താണെന്നും അതിനെ പിടിക്കാനുമായിട്ട് ജിറയ മാമനും നമ്മുടെ ഹൊക്കാഗെ ആന്റിയും ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഒടുവിൽ നമ്മുടെ ജിറയ മാമൻ തന്നെ അതിനെ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് ഞാൻ അതുമായിട്ട് ഫൈറ്റ് ഇട്ടു എന്ന് പറഞ്ഞ് ഗ്രാമത്തിലേക്ക് വരും. ഈ ഒരു ചിത്രങ്ങളാണ് അന്ന് ഫൈറ്റ് ഉണ്ടായതിന് ഏക തെളിവെന്ന് പറഞ്ഞ് ഹൊക്കാഗെ ആവട്ടെ അന്ന് ആ ഒരു ക്രീച്ചറും ജിറയുമായിട്ട് ഫൈറ്റ് ചെയ്ത 1-2 ഫോട്ടോസ് നമ്മുടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അവര് ആ ഫോട്ടോയില് വേറൊരു കാര്യം എഴുതി വെച്ചതായിട്ട് കാണാം. അതായത് ആ ഒരു ക്രീച്ചറിന്റെ കുഞ്ഞുങ്ങള് അവര് ചെറുപ്പത്തിൽ തന്നെ അവരുടെ അമ്മയുടെ മുതുകില് ഒട്ടിപ്പിടിച്ചിരിക്കും. അവരെപ്പോ വലുതാവുന്നോ അപ്പോ അല്ലാതെ ആ പിടി വിടില്ല. അത് കേട്ട് നറൂട്ടോ കുട്ടപ്പൻ ഞെട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആ ഒരു ക്രീച്ചർ കുട്ടപ്പന്റെ മുതുകില് അങ്ങനെ ഒട്ടിയിരിക്കുന്നത്. ഇനി വേറെ വഴിയില്ല, എന്തെങ്കിലും ഒരു പരിഹാരം അത് നമ്മൾ ഉടനെ കണ്ടുപിടിക്കണമെന്ന് ഹൊക്കാഗെ ആന്റി പറയും. മാത്രമല്ല ഈ ഒരു ക്രീച്ചർ അത് വളർന്നു വലുതായി കഴിഞ്ഞാൽ ഒരു മോൺസ്റ്ററായി മാറുമെന്ന് ഹൊക്കാഗെ ആന്റി പറയും. അത് കേട്ട് എല്ലാവരും ഞെട്ടിയിട്ട് ഇപ്പൊ കുട്ടപ്പന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് മാറി നിൽക്കും. കുട്ടപ്പൻ പേടിച്ചു വിറച്ച് തിരികെ കാട്ടിലേക്ക് പോയി അതിന്റെ പാരന്റ്സിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവൻ യാത്ര ആരംഭിക്കുമ്പോ കിബയും സാക്കുറ ആവട്ടെ പുറകില് ഹായ് ആയിട്ട് നിന്ന് ടാറ്റാ ബൈ ബൈ, ഹാപ്പി ആയിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പനെ യാത്ര അയക്കും. അത് കേൾക്കുമ്പോ നമ്മുടെ കുട്ടപ്പന് തീരെ ഇഷ്ടപ്പെടില്ല. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച അത് കാണാൻ നല്ല രസമാണല്ലേ എന്ന് പറഞ്ഞ് കലിപ്പിട്ട് ഇപ്പൊ കുട്ടപ്പൻ വീണ്ടും മുൻപോട്ട് നടക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലീ ആവട്ടെ ഒരുപാട് ഭാരം അവന്റെ മുതുകില് വെച്ച് കുട്ടപ്പനെ നോക്കി ചിരിച്ച് ഇപ്പൊ മുൻപോട്ട് നടക്കും. അവൻ കരുതും കുട്ടപ്പൻ എന്തോ ഒരു ഭാരം പുറത്തെടുത്ത് വെച്ച് ഇപ്പൊ എക്സസൈസ് ചെയ്യുന്നതാണെന്ന്. വിട്ടു തരില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ലീ ആവട്ടെ ഗ്രാമം മുഴുവൻ പാറക്കല്ലും ചുമന്ന് ഓടാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് നമ്മുടെ ഇരട്ടക്കുട്ടപ്പി ആവട്ടെ അവൾ ഓരോ സൈഡിൽ കൂടെ വന്ന് ഇപ്പൊ കുട്ടപ്പനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. അത് കണ്ടിട്ട് കുട്ടപ്പൻ ചോദിക്കും, എന്തു പറ്റി, നീ എന്തിനാ ഇപ്പോ എന്നെ ഫോളോ ചെയ്യുന്നേ? അതിനവള് ഒരുപാട് വിഷമത്തോടു കൂടെ പറയും, നിനക്ക് കുഞ്ഞുണ്ടായല്ലേ, അതിനെ ഒരു നോക്ക് കാണാനാണ് ഒരുകുന്ന മനസ്സുമായിട്ട് ഈ സ്റ്റെപ്പ് മം ഇവിടേക്ക് വന്നെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ പൊട്ടിച്ചിരിച്ചിട്ട്, ഈ ഒരു സാധനത്തെക്കുറിച്ചാണോ നീ പറയുന്നേ? ഇതെന്റെ കൊച്ചൊന്നുമല്ല, ഇതെന്തോ ഒരു ക്രീച്ചറാണ്. അതിനെ കണ്ട് പേടിച്ച് ഇപ്പൊ ഹിരട്ടക്കുട്ടപ്പി ആവട്ടെ അങ്ങനെ തല ഇറങ്ങി താഴെ വീഴും. കുട്ടപ്പൻ അവളെ താങ്ങിയെടുത്ത് വീണ്ടും ഉണർത്താൻ ശ്രമിക്കുമെങ്കിലും നമ്മുടെ പെങ്കൊച്ചിനാവട്ടെ അവക്ക് യാതൊരു അനക്കവും ഉണ്ടാവില്ല. വേറെ വഴിയില്ലാതെ കുട്ടപ്പനാവട്ടെ വീട്ടിലേക്ക് വരും. അവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേന്നറിയാതെ അവൻ ഹായ് ആയിട്ട് ഇപ്പൊ പിസ കഴിക്കാൻ തുടങ്ങും. കുറച്ച് പിസ നിനക്ക് വേണോന്ന് ചോദിച്ചിട്ട് കുട്ടപ്പൻ അതിന് കൊടുക്കുമെങ്കിലും അതൊന്നും തിന്നില്ല.
അപ്പൊ എന്തോ ഒരു വെള്ളം അവന്റെ മുതുകിൽ വീഴുന്നതായിട്ട് മനസ്സിലായി. കുട്ടപ്പൻ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ആള് പണി പറ്റിച്ചു. ആഴ്ചയിൽ ഒന്ന് കുളിക്കുന്ന ഞാൻ ഇപ്പൊ നീ കാരണം ഡെയിലി കുളിക്കേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവനുമായിട്ട് കുളിക്കാൻ ആരംഭിക്കും. എന്നിട്ട് പുറത്തു പോയി നൂഡിൽസ് കഴിക്കാന്ന് കരുതുമ്പോ അവിടെയുള്ളവർ ചോദിക്കും ഇതെന്താ സാധനമെന്ന്. കുട്ടപ്പൻ പറയും ഞാൻ കാട്ടിൽ പോയപ്പോ എനിക്ക് കാട്ടിന്ന് കിട്ടിയതാണ്, ഇപ്പൊ എന്റെ കൂടെ തന്നെയാണ്. ഇതിന്റെ പേരെന്താണെന്ന് ഇപ്പൊ നമ്മുടെ ചുന്ദരി ചേച്ചി ചോദിക്കുമ്പോ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഒരു പേര് എന്റെ മനസ്സിലുണ്ട്, വൻപക്കുട്ടൻ. എങ്ങനുണ്ട്, സൂപ്പർ അല്ലേ? അപ്പൊ വൻപക്കുട്ടനാവട്ടെ വാവ് ഈ ഫുഡ് കൊള്ളാലോ എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടപ്പന്റെ നൂഡിൽസ് എടുത്ത് തിന്നാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കുട്ടപ്പൻ അടുത്തൊരു മിഷന്റെ ഭാഗമായിട്ട് അവിടെ എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഹൊക്കാകെ കാണും കുട്ടപ്പന്റെ പുറകിലുണ്ടായിരുന്ന ആ ഒരു ക്രീച്ചർ അതിന്റെ വലിപ്പം ഒരുപാട് കൂടിയിരിക്കുകയാണ്. പക്ഷെ കുട്ടപ്പനാണെങ്കില് ഇപ്പൊ അവൻ പുറത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കുറച്ച് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് ഹൊക്കാഗെ ആന്റി കുട്ടപ്പനോട് പറയാ മലയുടെ മുകളില് ഇപ്പൊ ഒരുപാട് കൊള്ളക്കാരുണ്ട്, അവരെ എത്രയും പെട്ടെന്ന് നീ തന്നെ അവിടുന്ന് അടിച്ചോടിക്കണം. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും ആ ഒരു മോൺസ്റ്റർ അത് വളർന്നു വരുന്നത് കൊണ്ടാണ് ഹൊക്കാഗെ ഇങ്ങനെ ഒരു പണി തനിക്കിപ്പൊ തന്നതെന്ന്. വാവ് ഈ സമയത്ത് തന്നെ നിനക്ക് എനിക്ക് 8ന്റെ പണി തരണമല്ലേ? ഇത് വളർന്ന് വലുതാവുന്നോണ്ടല്ലേ നീ എനിക്ക് ഇജാതി പണി തരുന്നേ? അത് കേട്ട് കയ്യിന്ന് പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ അങ്ങനൊന്നുമില്ല, നീയാണ് ഏറ്റവും സ്മാർട്ട്, നിന്റെ അത്രയും പവറുള്ള ആരും ഈ ഗ്രാമത്തിലില്ല, അതുകൊണ്ടാണ് നിന്നെ തന്നെ ഞാനിപ്പോ അയക്കുന്നത്. അതിന് കുട്ടപ്പൻ ഓക്കെ ടീം മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് ഹൊക്കാഗെ പറയും ഇതൊരു അടിപൊളി കേസാണ്, നീ തന്നെ ഒറ്റയ്ക്ക് ഇത് സോൾവ് ചെയ്യണം. അത് കേൾക്കുമ്പോ നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി പോലും 1 മിനിറ്റ് ഷോക്കായി പോവും. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ ഒരുപാട് വിഷമത്തില് സാരമില്ല നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ ഒരു മിഷൻ പൂർത്തീകരിക്കാന്ന് പറഞ്ഞ് ഗ്രാമത്തിന്റെ പുറത്തേക്ക് അവര് നടന്നു പോകും. അത് കണ്ട് ലീയും നെജിയും ടെൻടണും എല്ലാവരും പേടിച്ച് ഇപ്പൊ കുട്ടപ്പനെ അങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് 3 ദിവസം, ഈ 3 ദിവസം കഴിയുമ്പോഴേക്കും രാത്രിയും പകലും എല്ലാം തന്നെ നമ്മുടെ കുട്ടപ്പനും ആ ഒരു ക്രീച്ചറും അങ്ങനെ തന്നെ ഒരുമിച്ച് ജീവിച്ച് ഇപ്പൊ നല്ല ഫ്രണ്ട്സായി തീരും. അപ്പൊ കുട്ടപ്പൻ പറയും നിന്നെ ഒഴിവാക്കാനാണ് എനിക്ക് ഈ ഒരു മിഷൻ തന്നത്, പക്ഷേ നീ എന്റെ കൂടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോ ആ ഒരു ക്രീച്ചർ ആവട്ടെ ഇപ്പൊ ഫുഡ് കഴിച്ച് വലിയ സൈസ് ആയിട്ടുണ്ടാവും. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വില്ലന്മാരെ കണ്ടുപിടിച്ച് അവരുടെ താവള അടിച്ചു പൊളിച്ച് അവരെല്ലാവരെയും നമുക്ക് അവിടുന്ന് തുരത്തി വിജയശ്രീ ലാളിതരായിട്ട് തിരികെ ഗ്രാമത്തിലെത്തണം. കുട്ടപ്പൻ ജോളിയായിട്ട് ഇപ്പൊ കോട്ടയ്ക്ക് മുൻപിലെത്തും. അപ്പൊ ഒരുപാട് പേര് കത്തിയും കമ്പും അങ്ങനെ ഒരുപാട് സാധനങ്ങളുമായിട്ട് കുട്ടപ്പന്റെ മുൻപിലേക്ക് ചാട്ടി അങ്ങോട്ട് വീഴും. അവര് കുട്ടപ്പനെ അടിച്ചു ഓടിക്കാൻ നേരം കുട്ടപ്പനാവട്ടെ അവൻ ഓൾറെഡി ഒരു നിഞ്ചയാണ്, അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് എല്ലാ വില്ലന്മാരെയും അവനിപ്പോ അടിച്ചോടിക്കാൻ ശ്രമിക്കും. അപ്പൊ അതേ സമയത്ത് ആ ഒരു ക്രീച്ചറിന് ഒരുപാട് അടി കിട്ടുന്ന കണ്ട് കുട്ടപ്പനാവട്ടെ അവന്റെ കലി കയറി എല്ലാ കള്ളന്മാരെയും അവിടുന്ന് തുരത്തി ഓടിക്കും. അപ്പൊ കുട്ടപ്പൻ നൈസായിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പൊ ആ ഒരു ക്രീച്ചർ വലുതായി അതിന്റെ കാല് തറയിൽ തട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ കുട്ടപ്പൻ അത് വലിയ കാര്യമാക്കാതെ അവനെ തൂക്കിയെടുത്ത് നൈസായിട്ട് ഇപ്പൊ കാട്ടിലൂടെ ഓടാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ ഒരു ക്രീച്ചറിന്റെ അമ്മ മരങ്ങൾ പോലും അടിച്ച് തെറിപ്പിച്ച് ഒരുപാട് ദേഷ്യത്തില് ഫുൾ കലിപ്പില് കുട്ടപ്പന്റെ മുൻപിൽ വന്ന് നിൽക്കും. കുട്ടപ്പൻ പേടിച്ചോടി വന്ന് ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നറിയാതെ അവൻ പുറകിലേക്ക് നടക്കും. വേറെ വഴിയില്ലാതെ ഇപ്പൊ അതിനെ തൂക്കിയെടുത്ത് കുട്ടപ്പനാവട്ടെ പുറകിലേക്ക് ഓട്ടും. അപ്പൊ കുട്ടപ്പൻ ഓടുന്ന വഴിക്ക് ഇപ്പൊ വിളിച്ചു പറയും ഞാൻ നിന്റെ മോനെ മോഷ്ടിച്ചതല്ല, അവനായിട്ട് എന്റെ മുതുകിലേക്ക് വന്ന് വീണ് ഒട്ടിയിരുന്നതാണ്. അവസാനം അവൻ ഓടി ഓടി ഒരു പാറക്കെട്ടിനടുത്തെത്തുമ്പോ അവിടേക്ക് ആ ഒരു വലിയ ക്രീച്ചർ വന്ന് ഫുൾ കലിപ്പില് ഇപ്പൊ കുട്ടപ്പനെ നോക്കി നിൽക്കും. അപ്പൊ പുറകിന്ന് ഈ കുഞ്ഞു ക്രീച്ചർ ആവട്ടെ നമ്മുടെ കുട്ടപ്പന്റെ കൈ തൂക്കി അങ്ങനെ നൈസായിട്ട് ഉയർത്തി അങ്ങ് പിടിക്കും. അത് കണ്ട ഉടനെ ആ ഒരു വലിയ ക്രീച്ചർ അതിന്റെ കൈ മടക്കി കുട്ടപ്പനെ അടിച്ചു തെറിപ്പിച്ച് പാറയ്ക്ക് താഴേക്കിടും. കുട്ടപ്പനുടനെ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ആ ക്രീച്ചറിനെ അവന്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങും. ആ സമയത്ത് ഇപ്പൊ നമ്മുടെ കുഞ്ഞു ക്രീച്ചർ അവന്റെ അമ്മയോട് സംസാരിച്ച് അമ്മയോട് ദേഷ്യപ്പെട്ട് ഒരു മോൺസ്റ്ററായി മാറാൻ തുടങ്ങും. കുട്ടപ്പൻ വലിഞ്ഞു കയറി ആ പാറയുടെ മുകളിലെത്തുമ്പോ ഇപ്പൊ അമ്മയും മോനും ഒരു ടീമായി നമ്മുടെ കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യാൻ മൊരച്ച് ഇപ്പൊ കുട്ടപ്പന്റെ നേർക്ക് തന്നെ വരും. അതിന് കുട്ടപ്പൻ പറയും ഞാനാണ് നിന്നെ ചെറുപ്പം മുതല് നോക്കി വളർത്തിയത്, നിനക്ക് കുറച്ചെങ്കിലും മര്യാദ അതെനിക്ക് തന്നൂടെ? എനിക്ക് ആരെയും തട്ടിക്കൊണ്ടു പോകാൻ അറിയില്ല, സത്യമായിട്ടും അറിയില്ല. നമ്മൾ കാട്ടിലും ഗ്രാമത്തിലും വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചില്ലേ, നിനക്ക് ഞാൻ ഒരുപാട് ഫുഡ് തന്നില്ലേ,
നിന്നെ താരാട്ടുപാടി ഉറക്കി ഊണിലും ഉറക്കത്തിലും നിന്റെ കൂടെ തന്നെ നിന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മുതുകത്താണ് ഞാൻ നിന്നെ ഒരുപാട് നാള് ചുമന്നോണ്ട് നടന്നതെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ തിരിഞ്ഞു നിന്ന് അവന്റെ ചന്തി ആട്ടി കാണിക്കും. അത് കാണുമ്പോ ഇപ്പൊ നമ്മുടെ കുഞ്ഞൻ ക്രീച്ചറിന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. പക്ഷെ അതിന്റെ അമ്മ അത് ഫുൾ കലിപ്പില് കുട്ടപ്പനെ അടിക്കാനായിട്ട് ചാടി അങ്ങോട്ട് വീഴുമ്പോ കുട്ടപ്പൻ കരുതും തന്റെ ജീവൻ അത് മേലേക്ക് പോയെന്ന്. അവൻ പതിയെ കണ്ണു തുറന്ന് ഇപ്പൊ പുറകിലേക്ക് നോക്കുമ്പോ ആ ഒരു കുഞ്ഞൻ ക്രീച്ചറ് ഇപ്പൊ അമ്മയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷെ കുട്ടപ്പൻ അവൻ തളർന്ന് അങ്ങനെ തന്നെ താഴേക്ക് വീഴും. അവൻ കണ്ണു തുറക്കുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ആ ക്രീച്ചറിന്റെ തോളത്താണ്. നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ വീണ്ടും കണ്ണടച്ച് അതിന്റെ പുറത്ത് കിടന്നുറങ്ങും. വീണ്ടും കുട്ടപ്പന് ബോധം വരുമ്പോ അവനിപ്പോ ഗ്രാമത്തിന്റെ മുൻപില് അങ്ങനെ തളർന്നു കിടക്കായിരിക്കും. അവൻ മെല്ലെ തിരിഞ്ഞു നോക്കും. അപ്പൊ ആ ഒരു ക്രീച്ചറും അവന്റെ അമ്മയും കൈ പിടിച്ച് ഹാപ്പി ആയിട്ട് നടന്നു പോകുന്നത് കാണും. അത് കാണുമ്പോ നമ്മുടെ കുട്ടപ്പന് സന്തോഷത്തില് ഇപ്പൊ കരച്ചിൽ വരും. കുട്ടപ്പൻ ഓടി വന്ന് ഒക്കാകയുടെ അടുത്തെത്തുമ്പോ അവിടുത്തെ കാഴ്ച കണ്ട് നമ്മുടെ കുട്ടപ്പൻ ഞെട്ടും. കുട്ടപ്പൻ ഞെട്ടിയിട്ട് ഐ എം സോറി, ഒരു മിനിറ്റ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ കുലുങ്ങി കുലുങ്ങി ചിരിക്കാൻ തുടങ്ങും. അതായത് ഇപ്പോ ഒക്കാകയുടേതടക്കം ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും മുതുകില് ആ ഒരു ക്രീച്ചറിന്റെ കുഞ്ഞുങ്ങള് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അത് കണ്ട് ചിരി അടക്കാൻ കഴിയാതെ കുട്ടപ്പനാവട്ടെ ഇനി നിങ്ങളും ഞാൻ കഷ്ടപ്പെട്ടതുപോലെ കുറച്ച് കഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.